ഹലോ, ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആണ്. ഇതെൻ്റെ മുറിയാന്ന് പറഞ്ഞാൽ ഞാൻ പോലും വിശ്വസിക്കില്ല. ഈ കർട്ടൻസ് കണ്ടോ, ഇതൊന്നും എൻ്റെ അല്ല. എൻ്റെ മുറിയിലെ നല്ല കർട്ടനൊക്കെ എടുത്തുകൊണ്ടുപോയി അവരുടെ മുറിയിലെ മാച്ചിങ് അല്ലാത്തതൊക്കെ ഇവിടെ കൊണ്ട് വെച്ചേക്കുവാണ്. കൊച്ചി പോയതിന് ശേഷം ഇതാണ് അവസ്ഥ. എൻ്റെ മുറി ഇപ്പോൾ ഒരു കോമൺ റൂമാണ്. ആരുടെ എന്ത് കാണാണ്ട് പോയ ഐറ്റവും എൻ്റെ റൂമിൽ നിന്ന് കിട്ടുന്നതാണ്. എവിടെ നിന്ന് തുടങ്ങണമെന്ന് പോലും എനിക്ക് വലിയ ഐഡിയ ഇല്ല. കാരണം അത്രമാത്രം കിളികൾ എൻ്റെ തലയിൽ നിന്ന് ഇപ്പം തന്നെ പറന്നു പോയിട്ടുണ്ട്. ഈ ടേബിളിലിരിക്കുന്ന ഭൂരിഭാഗ സാധനം എൻ്റെ അല്ല. ആകെ എൻ്റെ കുറച്ച് പുസ്തകങ്ങളും എൻ്റെ ലാപ്ടോപ്പും മാത്രമേ അവിടെ ഇരിപ്പുള്ളൂ. പിന്നെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയൊരു പാവയും. എവിടെന്നെങ്കിലും തുടങ്ങണ്ടേന്ന് വെച്ച് ഞാൻ കസേരയിൽ നിന്നാണ് ക്ലീൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. ഡെസ്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കിനും പഴയ ഉപയോഗിക്കാത്ത ഫോണുകളൊക്കെ പൊടി പിടിച്ച് കിടക്കുന്നു. ഒരെണ്ണം എൻ്റെ അമ്മയുടെയും ഒരെണ്ണം എൻ്റെ അനിയത്തിയുടെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ പല സാധനങ്ങളും എൻ്റെ അല്ല. ആരോ വെട്ടിയിട്ട നഖം വരെ എൻ്റെ മേശപ്പുറത്ത് കിടക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എങ്ങനെയാണ് അടങ്ങിയിരിക്കുക? 2 ആഴ്ച മുമ്പ് ഞാൻ ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് കൊച്ചിയിൽ പോയതേ ഉള്ളൂ. തിരിച്ചു വരുമ്പോൾ ഈ അവസ്ഥയാവുമെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. പക്ഷേ ഇത്രയും പെട്ടെന്ന് ആ മാനിഫെസ്റ്റേഷൻ അങ്ങ് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. തീർന്നു എന്ന് കരുതുമ്പം എവിടെന്നേലും കുറേയും കൂടെ ഐറ്റംസ് എൻ്റെ കൺമുമ്പിൽ അങ്ങ് പെടും. അതാണ് ഇവിടുത്തെ ക്ലീനിങ്ങിൻ്റെ സത്യാവസ്ഥ. അങ്ങനെ ഡെസ്കൊക്കെ ഒന്ന് ഒതുക്കി ഒരു വാട്ടർ ബ്രേക്ക് ആകാം. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, പോരാത്തിന് നല്ല ചൂടും ഉണ്ടായിരുന്നു. ശേഷം കസേരയിൽ നിന്ന് കട്ടിലേക്ക് എടുത്തിട്ട് തുണികളെല്ലാം എടുത്ത് മടക്കുമായിരുന്നു. കുറേയൊക്കെ എൻ്റെ ആയിരുന്നു, കുറേയൊന്നും എൻ്റെ അല്ലായിരുന്നു. ഇത് എത്ര പേര് ഇങ്ങനെ ചുരിദാർ മടക്കി വെക്കും? ഞാൻ എല്ലാം കൂടി ഒരൊറ്റ ബണ്ടിലാക്കി എടുക്കാനുള്ള എളുപ്പത്തിന് വെക്കാറ്. കാരണം ഒന്ന് മിസ്മാച്ച് ആയി പോകണ്ടെന്ന് വെച്ചിട്ട്. അങ്ങനെ ഒരു വിധത്തിൽ തുണിയെല്ലാം മടക്കി വെച്ചു. അലക്കാനുള്ളതൊക്കെ അലക്കാനിട്ടു. നല്ല തുണികളൊക്കെ തിരിച്ച് മടക്കിയെടുത്ത് അലമാരിയിലേക്ക് വെക്കുകയാണിപ്പോൾ. ഇനിയിപ്പോൾ അതൊക്കെ തൂത്തുവാരി തുടങ്ങാമല്ലേ? ഞാൻ തൂത്ത് വരുന്ന ഒരു ഹൈപ്പർ ലാപ്സാണ് ഈ വീഡിയോ. മുട്ടുവേദനയും വെച്ചിട്ട് ഇതുപോലത്തെ പരിപാടിയൊക്കെ ചെയ്യുന്ന അത്യാവശ്യം കുറച്ച് സ്ട്രെയിനിങ് ആയിരുന്നു. പക്ഷേ ചെയ്തല്ലേ പറ്റൂ, കാരണം ഇവിടെ കിടന്നുറങ്ങണ്ടേ. ഈ കാണുന്ന കൂടാതെ ഞാൻ രണ്ടാമതൊന്നും കൂടി തൂത്ത് വരികയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ ഒതുക്കി മുറി അവസാനം കാണാൻ ഇതുപോലെയായി. ഇനി ഈ മുറിയിൽ വൃത്തിയില്ലാത്ത ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പോയി കുളിക്കട്ടെ. ടാറ്റാ.